വന്ദേമാതരം പാടില്ല, അത് ഞങ്ങളുടെ മതത്തിനെതിരാണ് എന്ന് പറഞ്ഞ് ഇനി ഈ രാജ്യത്ത് ആർക്കും വിലസാമെന്ന് കരുതണ്ട. രാജ്യത്തിലെ മതമൗലികവാദികളുടെ നെഞ്ചിൽ അവസാനത്തെ ആണിയടിക്കാൻ അമിത്ഷാ എത്തുകയാണ്. അതെ, വർഷങ്ങളായി യഥാർത്ഥ രാജ്യസ്നേഹികൾ കാത്തിരുന്ന ആ നിയമം പ്രാബല്യത്തിൽ വരുന്നു. ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ ഇവിടുത്തെ ഭരണഘടനയ്ക്കും ദേശീയ ഗാനത്തിനും ദേശീയ ഗീതത്തിനും തന്നെയാണ് ഒന്നാം സ്ഥാനം. മതം എന്തായാലും അതിന് രണ്ടാം സ്ഥാനം മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പിക്കുന്ന നിർണായക ചുവടുവെപ്പാണ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ നടക്കാൻ പോകുന്നത്. ദേശീയ ഗീതമായിട്ടുള്ള വന്ദേമാതരം പാടുന്നത് തടസ്സപ്പെടുത്തുകയോ ആ ഗാനത്തെ ഏതെങ്കിലും തരത്തിൽ അപമാനിക്കുകയോ ചെയ്തത് ഇനി മുതൽ കർശനമായ ക്രിമിനൽ കുറ്റമാണ്. ഇതിനായി 1971 ദേശീയ ചിഹ്നങ്ങളെ അപമാനിക്കുന്നത് തടയുന്ന നിയമത്തിൽ സുപ്രധാന ഭേദഗതി കൊണ്ടുവരുന്ന ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിങ്കളാഴ്ച രാജ്യസഭയിൽ അവതരിപ്പിക്കും. മതത്തിന്റെ പേര് പറഞ്ഞ രാജ്യത്തിന്റെ പ്രതീകങ്ങളെ അപമാനിക്കുന്നവർക്ക് ഇനി നിയമത്തിന്റെ ഇരുമ്പ് മറയ്ക്കുള്ളിലാകും സ്ഥാനം. ഈ ചരിത്രപരമായ നിയമനിർമ്മാണത്തിന് പുറമെ മറ്റു പല നിർണായക തീരുമാനങ്ങൾക്കും ഈ വർഷകാല സമ്മേളനം സാക്ഷ്യം വഹിക്കും. സമ്മേളനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കാണും. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 33 നിന്ന് 37 ഉയർത്താനുള്ള സുപ്രധാന ബിൽ മുൻപിറക്കിയ ഓർഡിനൻസിന് പകരമായി കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ ലോക്സഭയിൽ അവതരിപ്പിക്കും. അതോടൊപ്പം പെട്രോളിയം മന്ത്രാലയത്തിന് കീഴിലുള്ള എണ്ണ കമ്പനികളുമായി ബന്ധപ്പെട്ട കേസുകളിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ലോക്സഭയിൽ സുപ്രധാന വിശദീകരണം നൽകി. അന്തരിച്ച മുൻ എംപിമാർക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലി അർപ്പിക്കുന്ന നടപടികൾ, ചോദ്യോത്തരവേള, ലാഭകരമായിട്ടുള്ള പദവികൾ സംബന്ധിച്ച സംയുക്ത സമിതിയിലേക്കും NCC ഉപദേശക സമിതിയിലേക്കുമുള്ള അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് എന്നിവയും ഈ സമ്മേളനത്തിന്റെ സുപ്രധാന അജണ്ടകളാണ്.